അഭിമാനകരമായ ഒരു പദ്ധതി ഞാൻ ഇപ്പോൾ തറക്കല്ലിട്ടാണ് വരുന്നത്. കൊച്ചുവേളിയിൽ നമ്മുടെ 144 ഫ്ലാറ്റിൻ്റെ തറക്കല്ലിടൽ 37 കോടി രൂപ ചെലവിൽ നമ്മൾ ഇന്നിപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. നമ്മുടെ മത്സ്യമേഖല വളരെ പ്രാധാന്യമുള്ള, നമ്മുടെ സമ്പദ്ഘടനയെ വളരെയേറെ സഹായിക്കുന്ന ഒരു മേഖലയാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ടും അല്ലാതെയും ജീവനോപാധി തേടുന്ന ഒരു മേഖലയാണ് നമ്മുടെ മേഖല. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സുരക്ഷയ്ക്കും മത്സ്യമേഖല നിർണായകമായ പങ്കാണ് നിർവഹിക്കുന്നത്. ഇതുകൂടാതെ രാജ്യത്തിന് ഗണ്യമായ തോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മത്സ്യ മേഖല ഏറെ സമർത്ഥമാണ്. ഒട്ടേറെ വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങളുടെ യഥാർത്ഥ കൈകാര്യകർത്താക്കളായ മത്സ്യത്തൊഴിലാളികൾ, വിശിഷ്യ കടൽ മത്സ്യത്തൊഴിലാളികൾ, മുഖ്യധാരയിൽ ഉള്ളവരെ പോലെ ഇപ്പോഴും ആ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പല കാര്യങ്ങളും നമ്മൾ പിന്നോക്കം നിൽക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ആദിവാസി സമൂഹം കഴിഞ്ഞാൽ സാമൂഹ്യപരമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഏറെ വെല്ലുവിളികൾ നേരിട്ട ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ പ്രവർത്തിച്ചത്. മത്സ്യ ഉൽപാദന വർധനവ് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മത്സ്യബന്ധന മേഖലയെ മാറ്റുക. 2 മത്സ്യത്തൊഴിലാളികളുടെ സമഗ്രമായ വികസനം, ഈ 2 ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒട്ടേറെ വിപ്ലവകരമായ പദ്ധതികൾ മത്സ്യമേഖല നമ്മൾ നടപ്പാക്കി. രാജ്യത്തിന് തന്നെ ഏറ്റവും മികച്ച മാതൃകകളാണ് നമ്മൾ സമ്മാനം നൽകി. അതിന്റെ ഫലമായി 2024 രാജ്യത്തെ മികച്ച മറൈൻ സ്റ്റേറ്റായി കേരളത്തെയും ഏറ്റവും മികച്ച മറൈൻ ജില്ലയായി കൊല്ലത്തെയും തെരഞ്ഞെടുത്തു എന്നത് നമ്മുടെ ഗവൺമെന്റ് കാലത്ത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ്. അതിൽ നിങ്ങളും ഒരു വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും സമഗ്ര വികസനത്തിനുമായി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട കൃത്യമായ ഇടപെടലുകളും നൽകി വരുന്ന ഗുണമേന്മയുള്ള സേവനങ്ങളുമാണ് ദേശീയ തലത്തിൽ നമുക്ക് മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണമായത്. കോവിഡ് മഹാമാരി ഉണ്ടായ പശ്ചാത്തലത്തിൽ തകർന്നടിഞ്ഞ ഒരു മേഖലയായിരുന്നു സമുദ്ര മത്സ്യ ഉൽപാദന മേഖല. അതേപോലെ തന്നെയായിരുന്നു ഉൾനാടൻ മത്സ്യമേഖല. ഈ മേഖലയെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു 2021 അധികാരത്തിൽ വന്ന 2ാം പിണറായി സർക്കാരിന്റെ കാലം. 2020 നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ 3.61 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു സംസ്ഥാനത്തിന്റെ കടൽ മത്സ്യ ഉൽപാദനം. എന്നാൽ നമ്മുടെ ശാസ്ത്രീയവും ഉത്തരവാദിത്വപൂർണമായ ഇടപെടലിന്റെ ഭാഗമായി 3.61 ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് 2022 ആയപ്പോൾ 6.87 ലക്ഷം മെട്രിക് ടൺ മത്സ്യ ഉൽപാദനത്തിലേക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നമ്മൾ എടുത്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് അവരുടെ ഭവന നിർമ്മാണം. മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ആ മേഖല അടിസ്ഥാന വികസനം, അത് മത്സ്യത്തൊഴിലാളികൾക്ക് വാസയോഗ്യമായ ഭവനം നൽകുന്നതിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിലൊരു കാര്യം, വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ പരിധി വരെ ഉള്ള പ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകളായി മാറി താമസിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച 9180 കുടുംബമാണ്. നമ്മുടെ തോട്ടപ്പള്ളിയിൽ 204 വീടിന്റെ താക്കോൽ ഇന്നലെ കൊടുത്തതോടുകൂടി 5626 വീടുകൾ പുനർഗേഹം മാത്രമായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കൊടുത്തു. ചെറിയ വീടല്ല, അടിപൊളി വീടാണ് കൊടുത്തിരിക്കുന്നത്. പുനർഗേഹം ഫ്ലാറ്റുകൾ വലിയ തുക. നമ്മളിപ്പോൾ 360 ഫ്ലാറ്റാണ് കൊടുത്തത്. ഇനി 10-40 പണി നടന്നുകൊണ്ടിരിക്കുക. 400 ഫ്ലാറ്റ്, 10 ഏക്കർ. ഞാൻ ഇവിടെ ഇപ്പോൾ നമുക്ക് 2 ഏക്കർ സ്ഥലത്താണ് 144 ഫ്ലാറ്റ് പണി. ഇനി അവശേഷിക്കുന്ന 3000-ൽ താഴെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഞാൻ ഇവിടെ ഇപ്പോൾ ഉറപ്പിച്ചു വരുന്നു, ഒരു തുടർ ഭരണം വീണ്ടും നമ്മുടെ കൈ വന്നാൽ ആ ഭരണത്തിൽ മുഴുവനാക്കും വീട് കൊടുത്തിരിക്കും. നമ്മുടെ ഗവൺമെന്റ് വരുമ്പോൾ കടൽക്ഷോഭം മൂലം വഴിയാധാരമായി വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഗോഡൌണുകളിൽ, സ്കൂൾ കെട്ടിടങ്ങളിൽ,
സർക്കാർ കെട്ടിടങ്ങളിൽ കഴിഞ്ഞിരുന്ന അവരുടെ വേവലാതിയും പ്രയാസവും ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായി. പക്ഷെ ഇന്ന് ഞാൻ ഈ മത്സ്യബോർഡിന്റെ ഈ സംഗമവേദി ഞാൻ പറയുന്നു, ഒരൊറ്റയാള് ഈ കേരളത്തിൽ അനാഥരായിട്ടില്ല. അവരെ മുഴുവൻ സനാഥരാക്കി മാറ്റിപ്പാർപ്പിച്ച് താമസിക്കാൻ കഴിഞ്ഞു എന്നതാണ്. 25,436 വീടുകൾ ഈ 10 വർഷം കൊണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ലൈഫ് മിഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത്, പിന്നെ പുനർജയം, പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ വീടുകൾ. ഇനിയും നമ്മുടെ മുമ്പിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സുനാമി കാലത്ത് പണിത വീട്, അതിന് 3500 കോടിയുടെ ഒരു പ്രൊജക്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത ഗവൺമെന്റ് നമ്മുടെ വന്നാൽ അടിപൊളിയാണ്. കാരണം കയറി ഇരുന്നാൽ മതി, കാല് നീട്ടി ഇരുന്നാൽ മതി, കാശ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭയുടെ കാലത്ത് ഞങ്ങൾ മുൻകൈ എടുത്ത് 3500 കോടി സുനാമി വീടുകൾ മൊത്തം പൊളിക്കും. എല്ലാ സുനാമി വീടുകൾക്ക് പകരം പുതിയ വീട്, ലഭിച്ച് താഴെ വീഴാറായ മറ്റു വീടുണ്ടല്ലോ അതൊക്കെ മാറ്റും. ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നബാർഡിന്റെ ബോംബെയിലെ ഓഫീസിൽ ഞാൻ പോയി, അവരിവിടെ വന്നു. കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള നീണ്ട ചർച്ചകളുടെ അവസാനമാണ് അത്രയും വലിയൊരു ഹെവി പ്രോജക്റ്റ് 10 വർഷം കഴിഞ്ഞ് പണം അടച്ചാൽ മതി. അതിന് അംഗീകാരം ധനകാര്യ വകുപ്പിന് കൊടുത്തിരിക്കുകയാണ്. അതേ പോലെ അടുത്ത പ്രാവശ്യം വരുന്ന ആളാരായാലും അയാൾ ഭാഗ്യവാനാണ്. കാരണം കാലം നീട്ടിയിരുന്നാൽ മതി, കാശുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകൾ തന്നെ വന്നിരിക്കുന്നതായിരിക്കും നല്ല നടത്താൻ. അപ്പൊ അതുകൊണ്ട് ആലോചിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു മേഖല വിദ്യാഭ്യാസ മേഖല. മത്സ്യത്തൊഴിലാളികൾ സാമ്പത്തികവും സാമൂഹികമായി ഉയരണമെങ്കിൽ അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന ഒറ്റ മാർഗ്ഗമുള്ളൂ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പഠിപ്പിക്കുക മാത്രമല്ല, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. ഞാൻ ഈ 47 തീരദേശ മണ്ഡലങ്ങളിലും പോയി മുഖ്യമന്ത്രി പറഞ്ഞിട്ട്. നിങ്ങൾ എല്ലാവരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വിളിച്ചു. കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ എല്ലാ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെയും വിളിച്ചു. അവിടെ കാര്യങ്ങളെല്ലാം കേട്ടു. ഒരു 6 ദിവസം വീതമെടുത്ത് 36,000 അപേക്ഷ വന്നു നമ്മുടെ മുമ്പിൽ. വർഷങ്ങളായി തീരാത്ത പ്രശ്നങ്ങൾ, കൊടുക്കാനുള്ള പണം, കുടിശ്ശികൾ എല്ലാം വന്നു. അത് ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം, 2004 മുതൽ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഗൃഹനാഥൻ അപകടത്തിൽപ്പെട്ട് കടലിൽ മരിക്കുന്നതിന് കൊടുക്കേണ്ട ഇൻഷുറൻസ് തുക കിട്ടാത്ത 51 കേസുകളായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആ അപേക്ഷകൾ മൊത്തം മേടിച്ച് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഇനി മത്സ്യത്തൊഴിലാളി മരിച്ചാൽ അവന്റെ വീട്ടുകാര് വില്ലേജ് ഓഫീസിൽ സർക്കാർ ഓഫീസിൽ വന്ന് കയറേണ്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കണം. അങ്ങനെ അവശേഷിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം ഉദ്യോഗസ്ഥന്മാർ മേടിച്ചു കൊടുത്തു. 39 പേർക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുത്തു, സെറ്റ് ചെയ്തു. ബാക്കിയുള്ളവർക്ക് ലംസം, ഒരു ചെറിയ ലംസം എമൗണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചാൽ, മറ്റേ 2004 വരെ കുടിശ്ശിയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചാൽ 3 മാസത്തിനകം മുഴുവൻ പേപ്പർ റെഡിയാക്കി ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്ത് പൈസ വാങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരാണോ ചുമതലയുള്ള ആ ഉദ്യോഗസ്ഥനായിരിക്കും എന്ന നിർദ്ദേശം കൊടുക്കുകയും അത് കേരളത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയും ചെയ്യുകയാണ്. എവിടെയെങ്കിലും 3 മാസം കഴിഞ്ഞ് കിട്ടിയിലേക്ക് പറഞ്ഞാൽ മതി, കിട്ടിയിരിക്കും. സർട്ടിഫിക്കറ്റ് റെഡിയായിരിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്. അല്ലാതെ മത്സ്യത്തൊഴിലാളിയെ വിളിച്ചിട്ട് പറ്റിയിട്ടാ നീ അങ്ങോട്ട് പോകും, ജോത്തപ്പ നീ ഇങ്ങോട്ട് പോകും, ഒന്നും നടക്കത്തില്ല. കൃത്യമായി അവരുടെ ജോലിയാണത്, അത് ചെയ്യേ പറ്റും. അങ്ങനെ അവരിപ്പോ ജനകീയമായ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായി, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെട്ടതിന്റെ ഫലമായി ഇപ്പോൾ അപകടത്തിൽ മരണപ്പെട്ട നല്ല തരത്തിൽ പെട്ടെന്ന് പൈസ കിട്ടും. 10-20 ലക്ഷം കിട്ടും. മത്സ്യബന്ധന ഇൻഷുറൻസിന് ഒരു 500 രൂപ എടുത്താൽ മതി. ഈ വർഷത്തിന് 500 താഴെ വരുന്നത്. പിന്നെ നമ്മുടെ 10 ലക്ഷം മറ്റേ ഇവരുടെയാണ്, നമ്മുടെ ക്ഷേമനിധിയുടെയാണ്, അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഇപ്പൊ ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, 20 ലക്ഷം പോരാ, 30 ലക്ഷം രൂപ ഇൻഷുറൻസ് വേണം മത്സ്യത്തൊഴിലാളികൾക്ക്. നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് മാത്രം പോരാ, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു, കടലിൽ പൈസ ഇപ്പൊ ഇൻഷുറൻസ് കിട്ടത്തില്ല. പല കാര്യങ്ങളിൽ നമുക്ക് കിട്ടാത്ത ചില സ്കീമുണ്ട്, അതെല്ലാം മാറ്റി ഇൻഷുറൻസ് കമ്പനിയോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാം പരിഹരിച്ച് ന്യൂനതകളില്ലാതെ 30 ലക്ഷം രൂപ അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും കിട്ടാൻ കഴിയുന്ന ഒരു സ്കീം ഇപ്പൊ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നടപ്പാക്കും. ഇതാണ് അത് സംബന്ധിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അവർക്ക് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥ മാറും. അപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ഇവിടെ വരെ പഠിക്കണം, അവിടെ വരെ പഠിപ്പിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട. ഞാൻ ഇവിടെ അഭിമാനം 2023 ഈ രാജ്യത്താദ്യമായി ഫിഷർമാന്റെ മക്കൾ വിദേശത്ത് പോയി പഠിപ്പിക്കാൻ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഇപ്പൊ നമ്മുടെ 3 കുട്ടികൾ യൂറോപ്പിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞായിരുന്നത്? അറിഞ്ഞില്ല. ഇന്ത്യ രാജ്യത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ സ്റ്റേറ്റ് പഠിപ്പിക്കുള്ളൂ. വിദേശ രാജ്യത്ത് വിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ വിട്ടാൽ മതി, കാശ് കൊടുക്കും. ഒരു ഡോക്ടർ ഇല്ലായിരുന്നു തീരദേശത്ത്, 101 ഡോക്ടർമാരുണ്ട് ഈ 10 വർഷം കൊണ്ട്.
പ്രൊഫഷണലുകൾ, എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകളെ ഇഷ്ടം പോലെ, പ്രൊഫസർമാർ, ലെക്ചർമാരൊക്കെ ഉണ്ട്. തീരദേശ സ്കൂളുകളെല്ലാം പോയി നോക്കണം. എല്ലാ സ്കൂളിന്റെയും മുഖം മാറി. നമ്മൾ തന്നെ 51 സ്കൂളുകൾ വരുന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വേറെ 51 പുതിയ കെട്ടിടപ്പെടുന്നു കേരളത്തിലെ സ്കൂളുകളിൽ. നമ്മുടെ 10 പ്രധാനപ്പെട്ട നമ്മുടെ 10 സ്കൂളുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് 53 കോടി രൂപ മുടക്കി നമ്മുടെ 10 സ്കൂളുകൾ ഇപ്പൊ നമ്മൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. 1000-ഓളം കുഞ്ഞുങ്ങളാണ് അവിടെ പഠിക്കുന്നത്. ഹോസ്റ്റൽ താമസിച്ചു. വിദ്യാധീനം പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളിയുടെ മക്കളുടെ പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസത്തിനായി ഈ 5 വർഷം കൊണ്ട് 236.13 കോടി രൂപ കേരള ഗവൺമെന്റ് കൊടുത്തു. മെഡിക്കൽ പ്രവേശന പരിശീലനത്തിന് 1.25 ലക്ഷം രൂപ, IIT NIT പ്രവേശന പരിശീലനത്തിന് 70,000 രൂപ. ഇങ്ങനെ ഓരോ പരിശീലനത്തിനും പണം സർക്കാർ കൊടുത്ത് പരിശീലിപ്പിക്കുകയാണ്. അതുവഴി ഈ വർഷം മെഡിക്കൽ എൻട്രൻസിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 26 കുഞ്ഞുങ്ങൾ ആദ്യമായി പ്രവേശനത്തിന് അനുവാദം കിട്ടിയ സന്തോഷം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നന്നായി പഠിക്കും. ഇത് വളരെ ദൃശ്യമാണ്. ഇപ്പൊ 104 വിദ്യാർത്ഥികൾ MBBS പഠനത്തിൽ പൂർത്തീകരിച്ചു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 104 പേർക്ക് കൂടാതെ BDS BAMS കോഴ്സുകളിൽ 264 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചു. വിദേശ സർവകലാശാലയിൽ പഠിക്കുന്നതിനുള്ള സംവിധാനം ചരിത്രത്തിലാദ്യമായി. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഒരാൾക്ക് 1 ലക്ഷം രൂപ ധനസഹായം. 45 വിദ്യാർത്ഥികൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ പദ്ധതി പ്രകാരം ആനുകൂല്യമാണ്. മറ്റൊരു പദ്ധതിയാണ് തൊഴിൽ തീരം. ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ മത്സ്യബന്ധനമല്ലാത്ത ഒരാൾക്ക് ജോലി കൊടുക്കണം. 9 ജില്ലകളിലെ 46 മണ്ഡലങ്ങളിൽ അത് വിജയകരമായി നടപ്പാക്കി വരികയാണ്. അതിന് നമ്മളിപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു. കാരണം വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഭാഷ സംസാരിക്കാൻ പഠിക്കണം, മിനിമം കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഇത്തരം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കണം. ട്രെയിനിങ് പ്രോഗ്രാം കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ തൊഴിൽ തീരവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വലിയൊരു മുന്നേറ്റമാണ് തൊഴിൽ തീരത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത്. അടിസ്ഥാന സൗകര്യം 27 മത്സ്യബന്ധന ഹാർബറുകൾ, അതിൽ ഭൂരിപക്ഷം നമുക്ക് നവീകരിക്കാൻ കഴിയും. ഈ ഗവൺമെന്റ് കാലത്ത് മഞ്ചേശ്വരം, കൊയിലാണ്ടി, താനൂർ, വെള്ളയിൽ ഹാർബറുകൾ നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പൊ മുതലപ്പടി എത്രയോ വർഷമായി പ്രയാസം ഉണ്ടായിരുന്നു. നമ്മളത് 177 കോടി രൂപയ്ക്ക് ഇപ്പൊ നിർമ്മാണം ആരംഭിച്ചു. കാസർഗോഡ് ഹാർബർ നവീകരണം നടക്കുന്നു. ചെത്തി അർത്തുങ്കൽ ഹാർബറുകളുടെ നവീകരണം നടക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ ഹാർബറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പുതിയ ധാരാളം ഹാർബറുകളുടെ നിർമ്മാണം നടന്നു വരുന്നു. നിലവിലുള്ള ഹാർബറുകളും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ധാരാളമായി അതിന്റെ നവീകരണം നടപ്പാക്കാൻ കഴിയും. തീരദേശ റോഡുകൾക്കായി ഗവൺമെന്റ് വന്നതിന് ശേഷം 1142 കോടി രൂപ 2061 റോഡുകളുടെ നിർമ്മാണം ഇപ്പൊ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ചെറിയ കാര്യമൊന്നുമല്ലേ ഈ 5 വർഷം കൊണ്ട് ചെയ്തത്. ഇനിയും അവശേഷിക്കുന്ന കുറച്ച് റോഡുണ്ട്, അതിപ്പോ പൂർത്തീകരിച്ചു. 142 കോടി രൂപ ചെലവിൽ 57 മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണം നമ്മൾ നടപ്പാക്കി. കൂടാതെ കേരളത്തിൽ ആദ്യമായി അത്യാധുനിക രീതിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള 2 മത്സ്യ മാർക്കറ്റ് ആലുവയിലും കോഴിക്കോട് 100 കോടിയിൽ മേൽ രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ചു. തീരസംരക്ഷണമായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം റോ മെറ്റീരിയൽ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു പരീക്ഷണം നമ്മൾ നടത്തി, ജിയോ ട്യൂബ്. അതിന്റെ ഫലമായി നമ്മുടെ പൂന്തറയിൽ അത് വിജയകരമായി എന്ന സന്തോഷ വാർത്ത അറിയാനാണ്. ഇപ്പൊ നമ്മൾ കരിങ്കല്ല് കൊണ്ടോ ടെട്രാപോഡ് കൊണ്ടോ നിർമ്മിക്കുന്നതിന്റെ 4-1 ചെലവേ ഉള്ളൂ. പൂന്തറയിൽ നമ്മളിത് പരീക്ഷിച്ചു, തീരം കിട്ടി. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. 100 കോടിയുടെ ഒരു പദ്ധതി അതിന്റെ ഭാഗമായി 10 സ്ഥലങ്ങളിൽ നടപ്പാക്കാൻ പോവുകയാണ്. അത് വിജയിച്ചതിന്റെ ഭാഗമായി വലിയ താമസമില്ലാതെ തന്നെ കേരളത്തിൽ കടലാക്രമണത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറും എന്ന് പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്കൂളുകൾക്ക് 52 കോടി രൂപ. മത്സ്യബന്ധനത്തിലെ അപകട സാധ്യത മുൻനിർത്തി സുരക്ഷാ സംവിധാനം നമ്മൾ ശക്തിപ്പെടുത്തി. പരമ്പരാഗത പ്ലൈവുഡ് വള്ളങ്ങൾക്ക് പകരം 520 FRP യാനങ്ങൾ സബ്സിഡി നൽകി. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ നൽകി. അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് വിഴിഞ്ഞം, വൈപ്പിൻ, ബേപ്പൂർ 3 മറൈൻ ആംബുലൻസുകൾ നമ്മൾ വാങ്ങിച്ചു. 15,950 യാനങ്ങൾക്ക് ഇൻഷുറൻസ് നൽകി. ഇതിന്റെ 90% പ്രീമിയം സർക്കാർ വയ്ക്കുന്നു. സ്വാതന്ത്ര്യതീരം ചികിത്സ 2064 പേർക്ക് 5.37 കോടി രൂപയുടെ ധനസഹായം നൽകി. കൃത്രിമ പാലുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 10,490 കൃത്രിമ പാലുകൾ നിക്ഷേപിച്ചു. സമുദ്രത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി നമ്മുടെ കേരളത്തിൽ നമ്മൾ ആരംഭിച്ചു. 1000 ടൺ പ്ലാസ്റ്റിക്കാണ് കടലിൽ നിന്ന് തീരത്തു നിന്ന് എടുത്തത്. അത് തുടരണം. ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി ഇപ്പം നമ്മൾ 15 കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പാക്കി. മത്സ്യവിപണന വനിതകൾക്കായി KSRTCയുമായി ചേർന്ന് സമുദ്ര ബസ് സർവീസുകൾ നമ്മൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് 3 ബസ് ഇറക്കി. വലിയ വിജയമാണ് നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. അംഗവൈകല്യം സംഭവിച്ച തൊഴിലാളികൾ സ്വയം തൊഴിൽ ആരംഭിക്കാൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി നിലവിൽ വന്നു.
നിലവിലുണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും വർധനവുണ്ടായി. മരണപ്പെടുന്ന തൊഴിലാളി ആസ്തിക്ക് 50,000 രൂപയിൽ 1,00,000 രൂപയാക്കി. പെൺമക്കളുടെ വിവാഹ സ്നേഹം 10,000 25,000 രൂപയാക്കി ഉയർത്തി. മരണാനന്തര ചെലവുകളും ഇരട്ടിയായി. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മത്സ്യഫെഡിന് 42 വർഷങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ്. 1984 സ്ഥാപിതമായതാണ് മത്സ്യഫെഡ്. 4 പതിറ്റാണ്ടുകളായി സംസ്ഥാനത്തിന്റെ മത്സ്യമേഖലയ്ക്ക് നിസ്തൂലമായ സംഭാവനയാണ് മത്സ്യഫെഡ് വഴിയത്. 84 മാർച്ച് 19 പ്രാഥമിക മത്സ്യത്തൊഴിലാളി സഹകരണ സംഘടന അപ്പെക്സ് ഫെഡറേഷനായി രൂപം കൊണ്ട മത്സ്യഫെഡ് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വ്യാപിച്ച് പ്രവർത്തന ശൃംഖലയുടെ കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ള സേവനങ്ങൾ നൽകുന്ന വിവിധ സ്ഥാപനങ്ങളെക്കാൾ മുന്നിലാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ 671 പ്രാഥമിക സഹകരണ സംഘം മത്സ്യഫെഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ മത്സ്യമേഖല ആവിഷ്കരിക്കുന്ന വിവിധ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ മത്സ്യഫെഡ് സജീവമായ പങ്കാളിത്തമാണ് വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ നിരവധി അംഗീകാരങ്ങളും ഈ സ്ഥാപനത്തിന് ഈ കാലം ലഭിച്ചു. മത്സ്യത്തൊഴിലാളി ക്ഷേമവും മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം മുൻനിർത്തി പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളിയുടെ സ്വന്തം സ്ഥാപനം എന്ന വിശേഷണം നൽകുന്നതായിട്ടുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ, മോട്ടറൈസേഷൻ സബ്സിഡി, വല സബ്സിഡി എന്നിവ നൽകുന്നതോടൊപ്പം ഔട്ട്ബോർഡ് എഞ്ചിനുകൾ ഇറക്കുമതി ചെയ്ത് വിതരണം നടത്തുകയും ചെയ്യുന്നു. കൂടാതെ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ, ദുരന്തകാലങ്ങളിൽ അടിയന്തര സഹായം, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ക്ഷേമ പരിപാടികളും മത്സ്യഫെഡ് നടപ്പിലാക്കി വരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി പലിശരഹിത വായ്പ അനുവദിച്ചു വരുന്ന ഏക സർക്കാർ ഇന്ത്യ രാജ്യത്ത് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 25 രൂപ സബ്സിഡിയാണ് നൽകുന്നത്. ഒരു സന്തോഷത്തോടെ പറയുന്നു, ഇന്ന് നമ്മുടെ ക്യാബിനറ്റ് 50 രൂപയായി ഉയർത്താൻ തീരുമാനിച്ച സന്തോഷകരമായ കാര്യം അറിയിക്കുകയാണ്. അത് നടപ്പാക്കുന്നത് അടുത്ത ഗവൺമെന്റ് വരുമ്പോഴായിരിക്കും. പക്ഷെ ഉയർത്താൻ തന്നെ തീരുമാനിച്ചു. കാരണം ഉയർത്തിയാൽ പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അത് ഇന്ന് തീരുമാനിച്ച കാര്യങ്ങളൊന്ന് പറയുകയാണ്. ഈ ആനുകൂല്യം മറ്റ് ഇന്ധനങ്ങൾക്ക്, പെട്രോൾ അടക്കമുള്ള ഇന്ധനങ്ങൾ നൽകാൻ നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. മണ്ണെണ്ണ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ല. അതുകൊണ്ട് LPG-യിലേക്ക് മാറാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. മാറ്റുന്നതിന് 75%, പെട്രോൾ എഞ്ചിൻ വാങ്ങുന്ന 50% സബ്സിഡി എന്ന പദ്ധതികളും മത്സ്യഫെഡ് വഴി നടപ്പിലാക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനാണ് ഒറ്റ തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ 1064 പേർക്ക് പ്രയോജനം ലഭിക്കുകയും 489.51 ലക്ഷം രൂപയുടെ ബാധ്യത എഴുതി തള്ളുകയും ചെയ്തു. ക്ഷേമപദ്ധതികൾക്ക് പുറമെ മത്സ്യബന്ധന വനനിർമ്മാണശാലകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർമാനും ഞാനിവിടെ പോയി, നമ്മുടെ മനോഹരൻ ഞാനിവിടെ പോയി, നമ്മുടെ നീണ്ടകരയിൽ അവിടെ ഒരെണ്ണിപ്പോൾ തുടങ്ങാൻ പോകാം. എത്ര കോടി? 63 കോടി. ഇപ്പോൾ ഒരെണ്ണം പണിതുകൊണ്ടിരിക്കുന്ന ഇവിടെ അതിനോട് ഉദ്ഘാടനം ആലപ്പുഴ അമ്പലപ്പുഴ ഉദ്ഘാടനം ചെയ്തില്ല ടോയ് ഫാക്ടറി. അപ്പോ ആ നിലയിൽ വനനിർമ്മാണശാലകൾ, ഫിഷ് മാർട്ടുകൾ, വ്യാസ സ്റ്റോറുകൾ, സമുദ്രോൽപ്പന്ന റെസ്റ്റോറന്റുകൾ, മണ്ണെണ്ണ ഡീസൽ ബങ്കുകൾ, ഫാം ടൂറിസം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ മത്സ്യഫെഡിലുണ്ട്. ഇവിടെ എല്ലാം കൂടുതൽ തൊഴിൽ കിട്ടാൻ വേണ്ടിയുള്ള പദ്ധതികളായി ഗവൺമെന്റ് മത്സ്യഫെഡിനെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കും. അപ്പൊ ഇതിനകം കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്കും മത്സ്യഫെഡിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് മത്സ്യം എത്തിക്കാൻ 2019 കുറഞ്ഞ എണ്ണത്തിലുണ്ടായിരുന്ന ഫിഷ് മാർട്ടുകൾ ഇന്ന് 25 ആകുമ്പോൾ 69 എണ്ണമായും അന്തിപ്പച്ച വാഹനങ്ങൾ 25ആയും വർദ്ധിച്ചു. നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം MLA-മാരെല്ലാം സഹായിച്ചു. ഇപ്പൊ എത്ര കിട്ടി? 10 എണ്ണം. ഒരു കൈയടി കൊടുക്കും, നമ്മൾ മേടിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഒന്നുകൂടെ ശ്രമിച്ചാൽ 140 പേര് തന്നേനെ. പിന്നെ അത്രയും മേടിച്ച മീൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു വണ്ടിയിൽ എങ്ങനെ 2 പേർക്ക് ജോലി കിട്ടുമല്ലോ. സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും സ്മാർട്ട് ഷോപ്പുകൾ വഴിയും സേവനം ലഭ്യമാക്കുന്നുണ്ട്. ഓഖി ദുരന്തബാധിത കുടുംബങ്ങൾക്ക് ജോലി നൽകിക്കൊണ്ട് വിഴിഞ്ഞത്താനും സീ ഫുഡ് കഫേ എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തു. അതിനകത്തൊരു ചെറിയ അമാന്തം വന്നിട്ടുണ്ട്. അതങ്ങ് ആക്കിയാൽ മതി. നമുക്ക് ഒരു 1000 ഹോട്ടൽ കൊടുക്കണം. അടുത്ത പ്രാവശ്യം ആര് മന്ത്രിയായാലും മത്സ്യഫെഡ് തന്നെ അത് ചെയ്യണം. നല്ല വരുമാനമുള്ള ഒറ്റ കച്ചവടം. മീൻ കഴിക്കാൻ എന്തെങ്കിലും വരും, കാശും കിട്ടും. ഒരു ഹോട്ടലിൽ 5 പേർക്ക് ജോലി കൊടുത്ത് 5000 പേർക്ക് ജോലി കിട്ടും. അപ്പൊ അത് നമുക്ക് ആരംഭിക്കണം. ഇപ്പൊ 14 ജില്ലകൾ ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിച്ച നല്ല കാര്യം, അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിഴിഞ്ഞത്തെ നമ്മുടെ ഹോട്ടൽ നല്ല വിജയമാണ്. ഇപ്പം ഭക്ഷ്യ ഉൽപാദനം മേഖലയിലേക്ക് അല്ലെങ്കിൽ ഹോട്ടൽ വ്യവസായത്തിലേക്ക് മത്സ്യഫെഡ് മാറണം. തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ജോലി കിട്ടുന്ന കഴിയുന്നതെല്ലാം ചെയ്യണം. ഇപ്പൊ 42ാമത് വർഷമാണ് ആഘോഷിക്കുന്നത്. എല്ലാ ഭാവങ്ങളും ഞാൻ തീരുകയാണ്.
26 കോടി രൂപ മുതൽ മുടക്കി നടപ്പാക്കുന്ന കോൾഡ് ചെയിൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള 8 ഇൻസുലേറ്റഡ് വാഹനങ്ങളും ഇപ്പൊ നമ്മൾ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. സൊസൈറ്റികളെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. സൊസൈറ്റികൾ അതിന്റെ ഫെഡറേഷനാണ് മുനിസിപ്പാലിറ്റി. നിങ്ങൾ നേരെ ആയെങ്കിൽ മാത്രമേ മുനിസിപ്പാലിറ്റി നേരെയാകൂ. ഞാൻ എല്ലാ സൊസൈറ്റികളുടെ ഒരു വിവര ശേഖരണ കണക്കെടുത്തു. അത് 18 സൊസൈറ്റികളാണ് ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കി. അങ്ങനെയുള്ള ചില സൊസൈറ്റികൾ ഞാൻ നേരിട്ട് വിസിറ്റ് ചെയ്തു. എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, എന്താണ് വരുമാനത്തിന്റെ സ്രോതസ്. ആ 18 സൊസൈറ്റിക്കാരെ ബാക്കിയുള്ള സൊസൈറ്റിക്കാരോട് തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു, അവരെ കൊണ്ട് പഠിപ്പിച്ചു. ഇപ്പൊ എത്ര പേര് രക്ഷപ്പെട്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ 220 എന്ന് പറഞ്ഞാൽ 18 220 എന്ന് പറഞ്ഞാൽ വൻ വിജയം. അപ്പൊ ഒന്ന് കൈയടിച്ചു, ഒരു കുഴപ്പമില്ല. 600 ചില്ലുവാനും സൊസൈറ്റിയും മികച്ചതാകണം. കുറെ സൊസൈറ്റിയുടെ പേരെഴുതി ഇതിനകത്ത് വെച്ചിട്ട് അഫിലിയേഷൻ കിട്ടിയെന്ന് പറയരുത്. അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. കോപ്പറേറ്റീവ് സെക്ടറിൽ നമ്മൾ നമ്പർ 1 ആണ്. നമ്മുടെ പാക്സ് പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല? നമ്മുടെ പ്രൈമറി സംഘങ്ങൾ അത് തല്ലിപ്പൊളിച്ചു പോകുന്നവരും കാണാം. പക്ഷെ ഭൂരിപക്ഷം നല്ലതല്ല നമ്മുടെ സംഘം. എന്തുകൊണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടക്കാൻ പറ്റുന്നില്ല? ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. നിങ്ങളെല്ലാ മേഖല പ്രവർത്തിക്കുന്നതാണല്ലോ. നാട്ടിൽ വരുമാനമുള്ളവരും പണമുള്ളവരും ഇഷ്ടംപോലെ സമ്പന്നന്മാരുണ്ട്. അവരിൽ നിന്ന് നമ്മൾ ഇച്ചിരി പൈസ നമ്മുടെ ബാങ്കിൽ ചോദിച്ചാൽ ഫിഷർമാൻ്റെ സൊസൈറ്റിക്ക് തരുമെന്നേ. അത് കൃത്യമായി അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ഇടനിലക്കാർ നമ്മുടെ മത്സ്യത്തൊഴിലാളി ഏതെല്ലാം തരത്തിലാണ് ചൂഷണം ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഒരു നിയമം നമ്മുടെ നിയമസഭ അവതരിച്ച് പാസ്സാക്കി. ഇപ്പൊ നടപ്പാക്കാൻ പോവുക. ഒരു ദിവസം 1 ലക്ഷം രൂപ എടുത്താൽ 10,000 രൂപ പലിശ മേടിക്കുക. ഒരു ദിവസം കഴുത്തറ തന്നെ മേടിക്കുക. നമ്മുടെ സൊസൈറ്റി നേരെയാണെങ്കിൽ ഏതെങ്കിലും മത്സ്യത്തൊഴിലാളി ഇടനിലക്കാരന്റെ പൈസ വേണം, അവന്റെ രാവിലെ പൈസ കൊടുത്താൽ 2%, 5%, 10% കൊടുത്താൽ പോലെ ഒരു 100-500 രൂപ പലിശ കിട്ടുന്നിടത്ത് 10,000-10,000 രൂപ പലിശ മേടിച്ച് കഴുത്തറത്ത് കൊണ്ടുപോകണം. ഈ മത്സ്യത്തൊഴിലാളി ഈ ജന്മത്തെ കണ്ട് രക്ഷപ്പെടുള്ളൂ. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായി അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഫെഡറേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ 18 സൊസൈറ്റി മികച്ചു, ബാക്കിയുള്ള 220 സൊസൈറ്റി മുന്നോട്ട് വന്നു. ബാക്കിയുള്ളതിനെ നമുക്ക് രക്ഷിക്കണം. എല്ലാ സഹകരണ സംഘങ്ങളും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രൊജക്ടുകൾ ആരംഭിക്കണം. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതിനെ കുറച്ച് പൈസ തന്നേനെ. സൊസൈറ്റികൾ വളരെ പൈസ കൊടുക്കണം. ഞാൻ ആത്മാർത്ഥത്തിൽ മന്ത്രിനെ ആലോചിച്ചത്. പക്ഷെ പണമില്ലത്. ഈ കേന്ദ്രമൊക്കെ തരേണ്ട കാശ് തന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല. എല്ലാം കൂടി നമുക്ക് സ്റ്റേറ്റിൽ നിറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ കുറെ ഏറെ പൈസ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ പ്രവർത്തിപ്പിച്ചാലുണ്ടല്ലോ, നിങ്ങളങ്ങ് രക്ഷപ്പെടും. മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടും. അല്ലാതെ നമ്മൾ കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാശ് കൊടുത്തെങ്കിൽ രക്ഷപ്പെടും. അത് നന്നായി ചെയ്യണമെന്നുള്ളൂ. ഒരു സംഘത്തിന് 1 കോടി വെച്ച് കൊടുത്താൽ 600 സംഘത്തിന് എത്ര കോടിയാവും? 600 കോടി. ആരും കാര്യമാണ്. 6 പീഡനത്തിലോട്ട് കാശുകൾ. പെരുമ്പളമ്പാലം പണിത 100-100 കോടി. 1 കോടി രൂപ ഒരു മത്സ്യ സംഘത്തിൽ ഡെപ്പോസിറ്റ് വന്നാൽ ആ 1 കോടി രൂപ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. അത് നമ്മൾ വായ്പ കൊടുത്താൽ നമുക്ക് പലിശ കിട്ടും. അത് ഗോൾഡ് മേടിച്ച് വെച്ചാൽ നമുക്ക് പലിശ കിട്ടും. നമുക്ക് ചിട്ടി ചേർക്കാം. പിടിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി. മത്സ്യത്തൊഴിലാളി അത് പൈസ ഇല്ലാഞ്ഞിട്ടാ പ്രാർത്ഥിച്ചു അടുത്ത ഗവൺമെന്റ് വരെ എല്ലാവർക്കും തരാം. അത് തമാശ പറഞ്ഞല്ല, ചെയ്യാൻ മനസ്സിൽ പ്ലാനുണ്ടെന്ന് ആശയമുണ്ടെന്ന്. 1 കോടി രൂപ വെച്ച് സൊസൈറ്റി കൊടുത്ത് സൊസൈറ്റി ഒക്കെ രക്ഷപ്പെടും. അല്ലെ 2 കോടി വെച്ച് കൊടുത്താൽ ഈ വായ്പ എടുത്ത് കൊടുക്കാം. അപ്പൊ പലതരത്തിൽ നമുക്ക് പറ്റും. ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്താൽ ഒരു 2 കോടിയോ 3 കോടിയോ വായ്പ എടുത്ത് കൊടുക്കരുത്. ഏതെല്ലാം സ്കീമുണ്ട്, ഏറൊക്കെ പൈസ തരാനുണ്ട്. അപ്പൊ നമുക്ക് ആശയങ്ങൾ ധാരാളമായിട്ടുണ്ട്. നമുക്ക് ഈ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യണം. ഇടനിലക്കാരന്റെ ചൂഷണം, മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കണം. അവരുടെ എല്ലാ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ ഒരു നല്ല മുന്നേറ്റം മത്സ്യബന്ധന ലാഭത്തിലായി വളരെ ദീർഘവീക്ഷണത്തിൽ വിഷൻ വേണം. നല്ല നമ്മൾ ഒറ്റ കാര്യം രക്ഷിക്കണം. നമ്മുടെ ഒന്നൊരു ഇൻട്രസ്റ്റ് എന്തെടുക്കരുത്. ഒരു താല്പര്യം നമുക്ക് ഒറ്റ താല്പര്യമുള്ളൂ. ഈ കേരളത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന ഒരു സമൂഹത്തെ കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ നമ്മൾ നടത്തുന്ന പ്രവർത്തനം, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനകത്ത് അപ്പുറത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് നോക്കണ്ട, ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നോക്കണ്ട, മറ്റൊന്നും നോക്കരുത്. അവരുടെ ജാതിയോ മതവും നമ്മുടെ വിഷയമല്ല. ഫിഷർമാനാണോ അവരെ രക്ഷപ്പെടുത്തണം. അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വലിയ മാറ്റം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും മനോഹരനോടെ പോയി നമ്മുടെ ചവറയിൽ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. സത്യം പറഞ്ഞാൽ യൂറോപ്പിൽ പോലും ഇത്തരം സ്കൂൾ കാണുന്നത്. ഉടനെ യൂറോപ്പിലെ കാര്യം പറഞ്ഞാൽ പിന്നെ ഉടനെ ഇവർ അവിടെ കളിയാണ്. സത്യം പറഞ്ഞത് വേറെ പലയിടത്തും നമ്മൾ പോയി കണ്ടില്ല. അവിടെ ഒത്തിരി നല്ല സ്കൂളൊന്നും ഇല്ല. ഇവിടെ കേരളത്തിലെ സ്കൂളെന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലുകളില്ല. ആ തീരദേശ സ്കൂള് ഞാനാണ്ടാ ഇവിടെ പോയി, നമ്മുടെ തൃശ്ശൂർ നാട്ടിൽ അവിടെ പോയി. UP സ്കൂളാ 5 സ്റ്റാർ കൊണ്ട് ഞെട്ടിപ്പോ. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ നമ്മള് പഴയ ഫിഷർമാനൊന്നുമല്ല, വമ്പിച്ച മാറ്റം വരുത്തിയിരിക്കുക. അടുത്ത 10 വർഷം ഞാൻ പറയുന്നു, 10 വർഷം നിശ്ചയദാർഢ്യത്തോട് ദീർഘവീക്ഷണത്തോട് പദ്ധതികൾ, ഈ പറയുന്ന സ്റ്റെപ്സ്
ഈ സ്റ്റെപ്സ് ഇത് പോയാൽ പോയി. ഈ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, വളരെ സ്ട്രോങ് ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷന്റെ മേളിൽ കെട്ടിപ്പൊക്കിയാൽ 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ മുഖ്യധാര സമൂഹത്തിന്റെ മുകളിൽ നമ്മൾ എത്തും എന്ന ഗ്യാരണ്ടിയാണ് ഇതുള്ളത്. അതിനുവേണ്ടിയുള്ള നല്ല ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. ഒരു ടീം എന്തായാലും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. മനോഹരനെയും അതുപോലെ തന്നെ MD-യെയും ബോർഡങ്ങളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഗമം ഞാൻ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നു. കോൾഡ് ചെയിൻ സംവിധാനത്തിന്റെ ഇൻസുലേറ്റ് വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് അതിന്റെ ഉദ്ഘാടനത്തിൽ വെച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.